സാറേ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അറിയാമല്ലോ, കേവല ഭൂരിപക്ഷമില്ലാതെയാണ് ഭരണം നടത്തുന്നത്. നിതീഷ് കുമാറിന്റെയും അതോടൊപ്പം തന്നെ ചന്ദ്രബാബു നായിഡുവിന്റെയും പിന്തുണയോടുകൂടിയാണ് ആ സർക്കാർ അവിടെ ഉള്ളത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചന്ദ്രബാബു നായിഡു സ്റ്റാലിൻ വിളിക്കുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കാനായി പോകുകയാണ്. ചന്ദ്രബാബു നായിഡുവോ? ചുമ്മാ പോവില്ല. ചന്ദ്രബാബു നായിഡു പോയില്ല. ചന്ദ്രബാബു നായിഡു പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട പങ്കെടുക്കില്ല. വിളിച്ച യോഗത്തിൽ ചന്ദ്രബാബു നായിഡു പങ്കെടുക്കില്ല. അദ്ദേഹത്തിന്റെ പ്രതിനിധി അയക്കുകയുള്ളൂ. എന്നാലും ആ പാർട്ടി പങ്കെടുക്കുമെന്ന് പറയുമ്പോൾ അത് പ്രതിസന്ധിയാകുമോ മോദിക്ക്? എവിടെ പ്രതിസന്ധിയാവും? ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത ഉടനെ പ്രതിസന്ധിയാവും. ഈ യോഗം പ്രതിസന്ധിയാവുമല്ലോ, പിന്നാണ് യോഗത്തിൽ പങ്കെടുത്താൽ പ്രതിസന്ധിയാവുന്നത്. അതിലൊരു സൗഹാർദ്ദം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ പോയാൽ പിന്നെ കോഴി ബിരിയാണിയൊക്കെ കഴിക്കാം, ഐസ്ക്രീമൊക്കെ കഴിക്കാം, സുഖവാസം. TDP ഇപ്പോഴും NDAയുടെ സഖ്യകക്ഷിയാണ്. TDP ആണല്ലോ, അത് തുടരുകയും ചെയ്യും. അവിടെ എന്താ കുഴപ്പം? എന്നാൽ പിന്നെ ഞാനൊന്ന് ചോദിച്ചോട്ടെ അങ്ങോട്ട്. മുസ്ലിം ലീഗ് DMKയുടെ സഖ്യകക്ഷിയാണല്ലോ. ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ആണല്ലോ. ഒരുമിച്ച് മത്സരിച്ചാണല്ലോ അവിടെ സീറ്റ് ഉണ്ടല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് DMKയുടെ കെയറോപ്പിൽ കിട്ടിയ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ? പങ്കെടുക്കുന്നു. ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് പങ്കെടുക്കുന്നുണ്ടോ? എന്നാൽ മുസ്ലിം ലീഗ് DMKയുമായിട്ടുള്ള സൗഹൃദം ഇതോടുകൂടി അവസാനിപ്പിക്കും. കാരണം ഡീലിമിറ്റേഷൻ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് മുസ്ലിം ലീഗിനെ തന്നെയാണ്. ഈ മുസ്ലിം ലീഗിനെ അത് വടക്കേ ഇന്ത്യയിലായാലും കേരളത്തിലായാലും എവിടെയായാലും ജനസംഖ്യ വർദ്ധിക്കുന്ന ഒരു മതവിഭാഗം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. ഒരു സംശയമില്ലാത്ത കാര്യം അത്. ഈ കൂടുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം പോക്കറ്റുകളിലാണ് ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഡെമോഗ്രാഫി എല്ലാം ക്രമപ്രവൃത്തമായിട്ട് വർദ്ധിച്ചു വരുന്നത്. ബാക്കിയെല്ലാം താഴേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഘടനയൊക്കെ ഡീലിമിറ്റേഷൻ്റെ ഘടനയൊക്കെ അറിയുമ്പോൾ കൂടുതൽ സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ടതാണ്. കൂടുതൽ MP സ്ഥാനങ്ങൾ അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിലാണ് കിട്ടേണ്ടത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നമുക്കറിയാമല്ലോ. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ഏത് മതേതരത്വ പാർട്ടിയും ഏത് സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്? ഹിന്ദു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തുമോ? ചരിത്രമുണ്ടോ അങ്ങനെ? മുസ്ലിങ്ങൾക്ക് തന്നെ നഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഇതെന്തോ മോദിയെ താഴെയിടാനുള്ള പരിപാടിയാണെന്ന് വിചാരിച്ച് കൂടിയിരിക്കുക. അതിനെക്കുറിച്ച് ആലോചിക്കാതെ ഏറ്റവും കൂടുതൽ നഷ്ടം വരാൻ പോകുന്ന ആൾ ഇന്ത്യ മുസ്ലിം ലീഗിനാണ്. മിക്കവാറും ആരും BJPയുടെ കൂടെ കയറാൻ സാധ്യതയുണ്ടെന്നായിരിക്കും. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. കാരണം അതാണ് ചന്ദ്രബാബു നായിഡു ഈ ഏകീകൃത സിവിൽ കോഡുമായെല്ലാം ബന്ധപ്പെട്ട് BJPയെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടായിരുന്നു ആ പാർട്ടിക്കെല്ലാം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. പക്ഷെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ അത് സ്റ്റാലിനോടൊപ്പം കൂടുന്നു, കോൺഗ്രസിനോടൊപ്പം കൂടുന്നു. ആ സ്റ്റാലിൻ വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ ഒരു ചാഞ്ചാട്ടം ഉണ്ടാകുകയാൽ BJP ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുന്നു? എന്ത് പ്രതിസന്ധി എന്ന് പറയുന്നത്? ഒരു മീറ്റിംഗ് അവിടെ സ്റ്റാലിൻ വിളിച്ച് കൂട്ടിയാൽ ഇവിടെ നവകേരള സദസ്സ് കൂട്ടിയല്ലോ. എന്തേ കേരള നിയമസഭ എത്ര പ്രമേയങ്ങൾ ഏകകണ്ഠേന പാസ്സാക്കി? എന്തായി? കടൽ മണൽ ഖനനമെന്നും പറഞ്ഞൊരു പ്രഹസനം ഇവിടെ നമ്മൾ കണ്ടല്ലോ. മാതൃഭൂമിയുടെ ക്യാമ്പയിൻ. കേരളത്തിന് ഒരു ബന്ധവുമില്ലാതെ അതിന് 50 കിലോമീറ്റർ അകലെയുള്ള കടലിൽ നിന്ന് ആർക്കും ഒരു ഉപദ്രവമില്ലാതെ മണലെടുത്ത് പാവങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി എടുക്കുന്നു. 200 ടൺ മണലോമറ്റേ ഉള്ളൂ, അത്രയും എടുക്കുന്നെന്ന് പറഞ്ഞ് എന്തൊരു പുകിലായിരുന്നു ഇവിടെ. എന്ത് പ്രതിസന്ധി മന്ത്രിസഭയ്ക്കുണ്ടായി? എന്ത് പ്രതിസന്ധി? കേരള നിയമസഭ പ്രമേയം പാസ്സാക്കി. ഇതൊക്കെ രാഷ്ട്രീയ സ്റ്റണ്ടുകൾ, തട്ടിപ്പുകളാണ്. ഇതുകൊണ്ടൊന്നും ബാധിക്കാൻ പോകുന്നില്ല. നിലയില്ലാ കയത്തിൽ നഷ്ടപ്പെട്ട മുങ്ങിപ്പോകുന്ന കപ്പലിലിരിക്കുന്ന കപ്പിത്താനാണ് സ്റ്റാലിൻ. അദ്ദേഹം ഇവിടെ ഇരുന്ന് ഏടാകൂടങ്ങളൊക്കെ കാണിക്കുന്നു. ഔദ്യോഗികമായിട്ട് തൻ്റെ മന്ത്രിയെ തന്നെ വിട്ടിട്ട് ഓരോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർക്ക് ക്ഷണക്കത്ത് അയച്ചപ്പോൾ കല്യാണത്തിനൊക്കെ പോവില്ലേ? ഇപ്പോൾ മോദിയുടെ മക്കളുണ്ടായിരുന്നു നോക്കുക, മകളുടെ കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പോവില്ലേ? അതുകൊണ്ട് മന്ത്രിസഭ തകരും. അത്രയേ ഉള്ളൂ. ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. ഇതിൻ്റെ സൂക്കേട് എല്ലാവർക്കും അറിയാം. TDP പലപ്പോഴും മറുകണ്ഠം ചാടി കോൺഗ്രസിനോടൊപ്പം നിന്നു. ഇതിനു മുൻപ് കോൺഗ്രസിനോടൊപ്പമായിരുന്നു, ഇപ്പോൾ BJPയോടൊപ്പമാണ്. അതെ, ആ പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട്. DMKയ്ക്കും അങ്ങനെ ഒരു നിലപാടുണ്ടല്ലോ. വാജ്പേയി മന്ത്രിസഭയിൽ അവർ പങ്കാളിയായിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ വലിയ 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 സോഷ്യലിസ്റ്റ് ആശയങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അവരെ വർഗീയ മതേതരത്വ വിരുദ്ധ പാർട്ടിയായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപലപിക്കുന്നത്. അതിന് മുമ്പ് എങ്ങനെയായിരുന്നു? കരുണാനിധി ഇവരെല്ലാം കൂടെ ഒരുമിച്ചല്ലായിരുന്നു. അന്ന് ജയലളിത വന്ന് അറസ്റ്റ് ചെയ്തപ്പോൾ ഇടപെടാൻ BJP അല്ലേ ഉണ്ടായിരുന്നത്? കരഞ്ഞു വിളിച്ചുകൊണ്ട് അയ്യോ അയ്യോ എന്നും പറഞ്ഞ് രാത്രി പാതിരായി കിടന്ന് നിലവിളിച്ചപ്പോൾ ആരാ സഹായിക്കാനുണ്ടായിരുന്നത്?
ജയലളിതയുടെ പോലീസിൻ്റെ അടിയും കൊണ്ടല്ലേ കരുണാനിധി എന്ന് പോയത്. ആരാ രക്ഷിക്കാനെത്തിയത്? അതുകൊണ്ട് ഈ മറുകണ്ഠം ചാടുന്ന പരിപാടിയെ പറ്റിയൊന്നും പറയണ്ട. അത് DMKയും കാണിച്ചിട്ടുണ്ട്, ചന്ദ്രബാബുവും കാണിച്ചിട്ടുണ്ട്. ഇനി ചന്ദ്രബാബു നായിഡു ഇനി കാണിച്ചു കഴിഞ്ഞാൽ BJP ആന്ധ്രാപ്രദേശ് ഒറ്റയ്ക്ക് ഭരിക്കും. ചന്ദ്രബാബു നായിഡു വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോവുകയും ചെയ്യും, ചിലപ്പോൾ അറസ്റ്റിലാവുകയും ചെയ്യും. അതിൻ്റെ പേര് കേസും ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങനൊന്നും ഉള്ള പേടിയൊന്നും BJPക്കില്ല. DMK ഈ ഭയം കൊണ്ടാണ് ഇത് നടത്തുന്നതെങ്കിലും ഒരു തരത്തിലുള്ള പേടിയും ഈ കാര്യം വലിയ കാര്യമായിട്ടൊന്നും BJP കണക്കാക്കുന്നുമില്ല. കാരണം ഈ ജനശക്തിയെ അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ ഈ കപട നാടകങ്ങൾ കൊണ്ടും കള്ളത്തരങ്ങൾ കൊണ്ടും ഒന്നും പറ്റുകയില്ല. ഭരണഘടനയെ ഒരു വശത്ത് ഉയർത്തിപ്പിടിക്കുകയും അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ വരുമ്പോൾ അതിനെതിരെ ഒത്തുകൂടുകയും ചെയ്യുന്നത് എന്ത് ജനാധിപത്യ, എന്ത് ഭരണഘടന അനുകൂല നടപടിയാണ്? ഇതല്ലേ ഭരണഘടനാ വിരുദ്ധത? ജനസംഖ്യ കൂടുതലുള്ളപ്പോൾ സീറ്റുകളുടെ എണ്ണം കൂട്ടണം, MP-മാരുടെ എണ്ണം കൂട്ടണം. അതിപ്പോൾ ഞങ്ങൾക്ക് ജനസംഖ്യ ഇല്ല. എന്തായാലും ഈ യോഗത്തിലൂടെ ഇതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ 3 മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു യോഗമാണ്. അതെ, എന്തായാലും ഈ യോഗത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാന മുഖമായി സ്റ്റാലിൻ മാറുമോ? എവിടെ മാറാൻ? ഇതുപോലെ പണ്ട് മീറ്റിംഗ് നടന്നതാണല്ലോ ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഹൈദരാബാദിൽ. ഐക്യം എന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെല്ലാം കൂടെ അവിടെ മീറ്റിംഗ് ചേർന്നതല്ലേ. അന്നും പോയിരുന്നല്ലോ പല മുഖ്യമന്ത്രിമാരും. നമ്മുടെ മുഖ്യമന്ത്രിയും പോയിരുന്നല്ലോ. ആവേശോജ്വലമായിട്ടുള്ള വിപ്ലവ പ്രസംഗങ്ങളൊക്കെ നടത്തിയല്ലോ. തുടർന്ന് വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്തായി? ഇടത് അധികാരത്തിൽ വരാൻ അവർക്ക് പറ്റിയോ? അതിനെ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തരികിടയായില്ലേ? ആ മുന്നണി തന്നെ തകർന്ന് തരിപ്പണമായില്ലേ? അത്രയേ ഉള്ളൂ. ഇതിലൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. ഇപ്പോൾ വേറെ ഒരു രക്ഷയില്ലാതെ കൊണ്ട് കർഷക സമരം നടത്തി, പൊളിഞ്ഞു. പൗരാവകാശ നിയമത്തിനെതിരെ സമരം നടത്തി, പൊളിഞ്ഞു. എല്ലാം പൊളിഞ്ഞു. ഇപ്പോൾ വർഗീയത വിതയ്ക്കുകയാണ്. നാഗ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഔറംഗസീബിൻ്റെ ഭക്തന്മാരും ഒക്കെ ആയിട്ട് രംഗത്ത് വന്നിരിക്കുക. മോദിയെ എതിർക്കാൻ ഔറംഗസീബിനെ പറ്റുമെന്നുള്ളത് എന്ത് കഷ്ടമാണ്. രാഷ്ട്രീയ പാപ്പരത്വം എന്നല്ല എന്ത് പറയാൻ. ഡീലിമിറ്റേഷനെതിരെ ഒരു രാഷ്ട്രീയ കക്ഷി സമരം നടത്തും. നാളെ ഭരണഘടനയ്ക്കെതിരെ വേണമെങ്കിൽ ഇവർക്ക് സമരം നടത്താമല്ലോ. സംവരണത്തിനെതിരെ സമരം നടത്താമല്ലോ. അങ്ങനെയാണെങ്കിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഓരോരോ അവകാശങ്ങൾക്കെതിരെയും വേണമെങ്കിൽ സമരം നടത്താമല്ലോ. ഇനി നമുക്ക് ഇന്ത്യക്ക് പാർലമെന്റ് ഭരണഘടന ഇന്ത്യയിൽ നിലനിൽക്കാൻ ഒരേ ഒരു കാരണം രാഹുൽ ഗാന്ധി മാത്രമെന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അത് അപ്പം നിങ്ങൾ മാത്രമല്ല ഞാനും ഇതിന് കാരണമാണെന്നാണ് MK സ്റ്റാലിൻ ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിഷ്ഫലം എന്നല്ല ഇതിനെക്കുറിച്ച്, ഭോഷ്ക് എന്നല്ല ഇതിനെക്കുറിച്ച് എന്താ പറയേണ്ടത്? ഓരോരോ പ്രസംഗങ്ങളും ഈ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ്? ഈ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഡൽഹിയിലും ഉണ്ടായ ഈ പരാജയത്തോടു കൂടി തന്നെ ആ കോൺഗ്രസും ഇന്ത്യ മുന്നണിയെല്ലാം കൂട്ടിക്കെട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ സ്റ്റാലിനാണല്ലോ മുന്നിട്ടിരിക്കുന്നത്. അതെ. ഇപ്പം രാഹുൽ ഗാന്ധിക്ക് മിണ്ടാട്ടമില്ലല്ലോ, അനക്കമില്ലല്ലോ. മിസോറാമിലെ തെരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ശശി തരൂര് മോദി അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയിട്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായോ? എന്താ പ്രതികരിക്കാത്തത്? മൗനവാത്മീയങ്ങളിൽ ഒളിച്ചിരിക്കുകയല്ലേ കോൺഗ്രസ്സുകാർ? ഗടാഗടിയും കോൺഗ്രസ്സുകാരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ എവിടെ? അവരുടെ ശബ്ദം പോലും കേൾക്കാനില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. മോദിയും BJPയും അധികാരത്തിൽ തുടരും എന്നുള്ളത്. ആ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസങ്ങൾ വരുന്ന 2029 വരെ ഈ സർക്കാർ തുടരും. 29 അല്ല, അതിനപ്പുറവും ഈ സർക്കാർ തന്നെ തുടരും എന്നുള്ളതാണ് തന്നെയാണ്. 2047 കേവല ഭൂരിപക്ഷമില്ല എന്നൊരു പ്രതിസന്ധി ഉണ്ടല്ലോ. അതിപ്പോഴല്ലേ ഉള്ളത്. അടുത്ത തെരഞ്ഞെടുപ്പ് ഇത് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നല്ലോ. ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അതിലെ റിസൾട്ട് എന്തായിരുന്നു? BJPക്ക് സ്ഥാനാർത്ഥികൾക്ക് കടന്ന് ചെല്ലാൻ പോലും കഴിയാത്ത മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത് ഹരിയാനയിൽ. അവിടെയാണ് അവർ അപ്രതീക്ഷിതമായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം കൈവരിച്ചത്. തകർന്ന് ഹരിപ്പണമായി കോൺഗ്രസ്. മിസോറാം, മണിപ്പൂർ കലാപത്തിൻ്റെ എല്ലാ വിദ്വേഷങ്ങളും വിതയ്ക്കപ്പെട്ട മണ്ണാണ്. തകർന്ന് ഹരിപ്പണമായില്ലേ? തരംഗമാണ്, BJPയുടെ തരംഗമാണ്. വടക്കുനിന്ന് തെക്കോട്ട് അടിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇത് ആവേശം കൊണ്ട് പറയുന്നതല്ല. അതേസമയം പിടയ്ക്കുകയാണ് കരുണാനിധി. AIADMKയ്ക്കിടയിലും അതുപോലെ വിജയിൻ്റെ പാർട്ടിക്കിടയിലും കിടന്ന് പിടയ്ക്കുകയാണ്. MG രാമചന്ദ്രൻ വന്നപ്പോൾ എങ്ങനെ കരുണാനിധി ഔട്ടായോ അതുപോലെ ഇയാൾ ഔട്ടാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.